പ്രവാസലോകത്തെ വാർത്തകൾ. ലോകത്തിലെ 6ാമത്തെ വൃത്തിയുള്ള നഗരമായി റിയാദ്. പട്ടികയിലെ 10 നഗരങ്ങളിൽ 5ഉം ഗൾഫിൽ. ലോകത്ത് ഏറ്റവും വൃത്തിയുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ 5 നഗരങ്ങളും ഗൾഫിൽ നിന്നുള്ളവയാണ്. ഷാർജ, ദോഹ, റിയാദ്, മസ്കറ്റ്, ദുബായ് എന്നീ ഗൾഫ് നഗരങ്ങളാണ് ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചത്. പോളണ്ടിലെ 2ാമത്തെ വലിയ നഗരമായ ക്രാക്കോവാണ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. റിയാദ് ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള 6ാമത്തെ നഗരമായി. ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള 10 നഗരങ്ങളുടെ പട്ടികയിൽ പോളണ്ടിൽ നിന്നുള്ള 2 നഗരങ്ങളും ഇടം നേടി. തലസ്ഥാനമായ വാഴ്സോ 97.8% പോസിറ്റീവ് ശുചിത്വ റേറ്റിംഗുമായി പട്ടികയിൽ 4ാം സ്ഥാനത്താണ്. റാഡിക്കൽ സ്റ്റോറേജ് കമ്പനി വിശകലന വിദഗ്ധരാണ് ശുചിത്വ നഗരങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് വർദ്ധിച്ചു. വിമാന കമ്പനിയായ ഇൻഡിഗോയുടെ വിമാന സർവീസുകളിലെ തടസ്സങ്ങളും റദ്ദാക്കലുമാണ് വർധനവിന് കാരണം. ടിക്കറ്റ് നിരക്കിൽ ഏകദേശം 25% വരെ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെയുണ്ടായിരുന്ന ടിക്കറ്റ് നിരക്കിൽ നിന്ന് ഏകദേശം 700 ദിർഹം വരെ വർധനവുണ്ടായതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. UAE-യിൽ നിന്ന് ഇന്ത്യയിലേക്ക് ആഴ്ചയിൽ 220-ലധികം സർവീസുകൾ ഇൻഡിഗോ നടത്തുന്നുണ്ട്. കൂടാതെ ഈ റൂട്ടുകളിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരെ വഹിക്കുന്ന എയർലൈനും ഇൻഡിഗോ തന്നെയാണ്. ഇൻഡിഗോയുടെ പ്രവർത്തനങ്ങളിലെ തടസ്സം ഈ റൂട്ടിൽ മൊത്തത്തിലുള്ള വിമാന തടസ്സം സൃഷ്ടിച്ചു. കൂടാതെ സീറ്റ് ലഭ്യത കുറഞ്ഞതും ടിക്കറ്റ് വില കുത്തനെ ഉയരാൻ കാരണമായി. ഈ പ്രതിസന്ധി കാരണം UAE ഇന്ത്യ റൂട്ടിലെ മറ്റ് വിമാന കമ്പനികളുടെ ടിക്കറ്റ് നിരക്കിലും ഏകദേശം 25% വർധനവുണ്ടായതായാണ് ട്രാവൽ ഏജൻസികളും വ്യക്തമാക്കുന്നത്. ഡൽഹി, കേരള സെക്ടറിലേക്കുള്ള വിമാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നിരക്ക് വർധനവുണ്ടായത്. അടുത്ത ആഴ്ചയിൽ ദുബായിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് 2880 ദിർഹം വരെ എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. ദുബായ് ബാംഗ്ലൂർ റൂട്ടിലാണ് ഏറ്റവും ഉയർന്ന വർധനവുണ്ടായിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ H-1B വിസയ്ക്ക് അപേക്ഷിക്കുന്നവരും ആശ്രിതരും സാമൂഹിക മാധ്യമ അക്കൗണ്ടുകൾ പരസ്യമാക്കണമെന്ന് നിർദ്ദേശം. അപേക്ഷകരുടെ സാമൂഹിക മാധ്യമ ഇടപെടലുകൾ അറിയുന്നതിനാണിത്. ഈ മാസം 15 മുതൽ അവലോകനം ആരംഭിക്കുമെന്ന് US വിദേശകാര്യ വകുപ്പ് ഉത്തരവിൽ പറഞ്ഞു. കുടിയേറ്റ ചട്ടങ്ങൾ ശക്തമാക്കാൻ ട്രംപ് സർക്കാർ സ്വീകരിക്കുന്ന നടപടികളിൽ ഏറ്റവും പുതിയതാണ് ബുധനാഴ്ച പുറത്തിറങ്ങിയ ഉത്തരവ്. US-ലെ IT കമ്പനികൾ വിദേശത്തു നിന്നുള്ള വിദഗ്ധരെ നിശ്ചിത കാലത്തേക്ക് ജോലിക്കെത്തിക്കുന്നതിന് ഉപയോഗിക്കുന്ന വിസയാണ് H-1B. ഇന്ത്യക്കാർ കൂടുതലായി എത്തുന്ന വിസയാണിത്. നേരത്തെ വിദ്യാർത്ഥികൾ, രാജ്യങ്ങൾ തമ്മിലുള്ള സാംസ്കാരിക വിദ്യാഭ്യാസ വിനിമയത്തിന്റെ ഭാഗമായി US-ലെത്തുന്നവർ എന്നിവരുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടുകളുടെ അവലോകനം മുൻപേ നിർബന്ധമാക്കിയിരുന്നു. US വിസ ഒരു സവിശേഷ ആനുകൂല്യമാണെന്നും അവകാശമല്ലെന്നും വിദേശകാര്യ വകുപ്പ് പറഞ്ഞു. അതിനാൽ US-ന്റെ സുരക്ഷയ്ക്കും ജനങ്ങളുടെ ഭദ്രതയ്ക്കും ഭീഷണി ഉയർത്തുന്നവരോ രാജ്യത്ത് പ്രവേശിപ്പിക്കാൻ കൊള്ളാത്തവരോ ആയ വ്യക്തികളെ തിരിച്ചറിഞ്ഞ് വിസ നിഷേധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.